വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളത്തെ 10th പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള 2026 PSC പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? വക്കം മൗലവി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ചേരുംപടി ചേർക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917, നിസ്സഹകരണ സമരം നടന്നത് 1920, ഉപ്പു സത്യാഗ്രഹം നടന്നത് 1930, ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? ഓപ്ഷൻ ബി 1905 ആഗസ്റ്റ് 7. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷം? 1905 ആഗസ്റ്റ് 7. വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജാനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ ബി ഇന്ത്യയും പാകിസ്ഥാനും. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ തന്നെയാണ് കേട്ടോ. റഷ്യ എന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയന്റെ, അതായത് റഷ്യയുടെ സഹായത്തോടെ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക.
ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സംരംഭവും ലക്ഷ്യങ്ങളും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളാണ് സുഭോജനം, ആശ്വാസ്, ഇനി ഞാൻ ഒഴുകട്ടെ, പച്ചത്തുരുത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ നോക്കാം. സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ്, വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ വന്യജീവി സങ്കേതം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഓർത്ത് വെച്ചോണം കേട്ടോ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? ഓപ്ഷൻ എ, മത്തി. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, അതായത് വയനാട്, ഇടുക്കി. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി, വിറ്റാമിൻ ഡി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? തൃശൂർ. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? ഓപ്ഷൻ സി, നെല്ല്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? നെല്ലിൻ്റെ. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ, കാട്ടാന. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ? ഓപ്ഷൻ ബി, ലിയോ 14. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ലിയോ 14. അലൂമിനിയത്തിന്റെ അയിരേത്? ഓപ്ഷൻ എ, ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരേത്? ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഓപ്ഷൻ സി, ശൂന്യത. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഓപ്ഷൻ സി, ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏത്? ഓപ്ഷൻ ഡി, സ്ഥിതികോർജം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏത്? സ്ഥിതികോർജം. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വച്ചാണ്. അവയവം തിരിച്ചറിയുക. ചെറുകുടല്. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വച്ചാണ്. സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ, നിർഭയ. സ്ത്രീ സുരക്ഷ
ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ക്ഷയം, ചിക്കൻ ബോക്സ്. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ ബോക്സ്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം? ഓപ്ഷൻ എ നിപ. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം നിപ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗ നിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബാലമിത്ര. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗ നിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഓപ്ഷൻ എ അരി, ഗോതമ്പ്, കപ്പ. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അരി, ഗോതമ്പ്, കപ്പ. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ഡോബ്സൺ. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡോബ്സൺ. ബീറ്റോട്സ് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം? ഓപ്ഷൻ സി വിറ്റാമിൻ എയുടെ കുറവ്. ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം വിറ്റാമിൻ എയുടെ കുറവ്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി? ഓപ്ഷൻ ബി ജീവനി. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ജീവനി. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ഓപ്ഷൻ ബി 0. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? 0. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഓപ്ഷൻ സി ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ബ്രഹ്മോസ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ ഡി ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 7ാം പട്ടിക. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടിക. ഓർത്തു വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ലിസ്റ്റ് എല്ല്, ലിസ്റ്റിനകത്ത് ഉണ്ടല്ലോ, ഇങ്ങനെ എല്ല് വരുന്നില്ലേ? അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ എടുത്ത് അങ്ങോട്ട് ഒന്ന് തിരിച്ചിട്ടേ 7 പോലെ വരത്തില്ലേ? അത് വെച്ച് അങ്ങ് ഓർത്താൽ മതിയേ. അപ്പം 3 ലിസ്റ്റുകൾ എന്ന് പറയുമ്പം അത് 7ാം പട്ടിക. ലിസ്റ്റിൻ്റെ ഒന്ന് തിരിച്ചെഴുതിയാൽ 7 പോലെ ഇരിക്കുമല്ലോ, അത് വെച്ച് ഓർക്കുക. ലിസ്റ്റുകൾ ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിൽ. ഓക്കെ. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനയുടെ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 44. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനയുടെ ഭേദഗതി ഏത്? 44. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 91ാമത്തെ ഭേദഗതി. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? 91ാം ഭേദഗതി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ.
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകാവുന്ന വാതകമേത്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകാവുന്ന വാതകം ഹൈഡ്രജൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹമേത്? ഓപ്ഷൻ എ വെള്ളി. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹമേതാണ്? വെള്ളി. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ സി പൈറോമീറ്റർ. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമേത്? ഓപ്ഷൻ ബി പ്രായപൂർത്തി വോട്ടവകാശം. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമേത്? പ്രായപൂർത്തി വോട്ടവകാശം. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ഷാമാൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഷാമൽ. പിൻതീയതി വച്ച ചെക്കെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. പിൻതീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷന്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമേത്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമേതാണ്? സംക്ഷേപ വേദാർത്ഥം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്ത്? ഓപ്ഷൻ ഡി ചൗരി ചൗര. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി സർ സി ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? സർ സി ശങ്കരൻ നായർ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി പൊതുമേഖലയും സ്വകാര്യ മേഖലയും. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ഇതെല്ലാം വരും. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? റഷ്യ. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്ന്. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല? ഓപ്ഷൻ ബി പ്രാഥമിക മേഖല. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല പ്രാഥമിക മേഖല. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം? ഓപ്ഷൻ ബി ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം. കോശം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹൂക്ക്. കോശം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ഹൂക്ക്. പഴയിച്ച എന്നറിയപ്പെടുന്നത്? ഡ്രോസോഫില. പഴയിച്ച എന്നറിയപ്പെടുന്നത് ഡ്രോസോഫില. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ നവംബർ 14. ലോക ഡയബറ്റിസ് ദിനം, അതായത് പ്രമേഹ ദിനം ആയി ആചരിക്കുന്നത് നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ സി വൈറ്റമിൻ സി. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം? ഓപ്ഷൻ സി 22.4 ലിറ്റർ. STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം 22.4 ലിറ്റർ. കപട സംക്രമണ മൂലകം? ഓപ്ഷൻ ഡി സിങ്ക്. കപട സംക്രമണ മൂലകം സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ. ലോക കാലാവസ്ഥാ ദിനം? ഓപ്ഷൻ ബി മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23.
ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ഓപ്ഷൻ സി 23 ഓഗസ്റ്റ് 2023. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 23 ഓഗസ്റ്റ് 2023. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പത്തനംതിട്ട. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊടുങ്ങല്ലൂർ. 1 KB is equal to 1024 ബൈറ്റ്സ്. അതായത് 1 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ സി മോസില്ല ഫയർഫോക്സ്. താഴെ പറയുന്നതിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? മോസില്ല ഫയർഫോക്സ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? IT ആക്ട് 2000. അമെൻഡഡ് 2008, അതായത് ഭേദഗതി ചെയ്തത് 2008. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? IT ആക്ട് 2000. ആരാണ് WWW കണ്ടുപിടിച്ചത്? അതായത് വേൾഡ് വൈഡ് വെബാണ് WWW കണ്ടുപിടിച്ചത്. ഓപ്ഷൻ സി ടിം ബർണേഴ്സ്ലി ആണ്. ആരാണ് WWW കണ്ടുപിടിച്ചത്? വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ആരാണ്? ടിം ബർണേഴ്സ്ലി. ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് കണക്ഷൻ നിങ്ങൾക്ക് ഓർത്താൽ തന്നെ, വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ, പേഴ്സണൽ അല്ലേ? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ വരുന്നതാണ്, അതായത് പാനിൽ വരുന്നതാണ് ബ്ലൂടൂത്ത് കണക്ഷൻ കേട്ടോ. ഒരു കമ്പ്യൂട്ടറിലെ മൊബൈൽ ഫോണും ബ്ലൂടൂത്തും തമ്മിലുള്ളത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പാനിന് ഉദാഹരണമാണ്. ഹോർമോണുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഹോർമോണ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന അവയവം: ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിൽ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയായിരിക്കും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി: ഓപ്ഷൻ ഡി ഡെന്നിസ് ഡിറ്റോ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ഡിറ്റോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി കലാമൈൻ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? കലാമൈൻ. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഓപ്ഷൻ സി ബഹുമതികൾ. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ഓപ്ഷൻ ഡി US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? US ഭരണഘടന.
ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 51A. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി 7ാം പട്ടിക. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നതാണ്, ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ലിസ്റ്റിലെ എല്ലായിടത്തൊന്ന് തിരിച്ചെഴുതിയാൽ 7 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റുകൾ എന്ന് കേൾക്കുമ്പോൾ അത് ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണെന്ന് അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, എന്താണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടിക. ലിസ്റ്റിൻ്റെ എല്ല് ഒന്ന് തിരിച്ചെഴുതിയാൽ 7 കിട്ടും. അപ്പോൾ അതങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ഓപ്ഷൻ എ സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന നദി സിന്ധു ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെ. 1911 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? അലഹബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി നിലമ്പൂർ ഗൂഡല്ലൂർ. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നിലമ്പൂർ ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി സർക്കസ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1998 മെയ് 17. കടൽത്തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കൊല്ലം. കടൽത്തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ഓപ്ഷൻ സി 1792 മാർച്ച് 18. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ സി അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്ക്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം KP കാറുപ്പൻ, യോഗക്ഷേമ സഭ VT പടതിരിപ്പാട്. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്ക്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം KP കാറുപ്പൻ, യോഗക്ഷേമ സഭ VT പടതിരിപ്പാട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏതാണ്? 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിയപുരം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയപുരം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി. റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ ഡി ആണ്. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ഗിരിജ. നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഗിരിജയാണ്. നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, ജയ. അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, ജയ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല?
തിരുവനന്തപുരം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റൈച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. ഓപ്ഷൻ സി നിശബ്ദ വസന്തം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റൈച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം നിശബ്ദ വസന്തം. ഇന്ത്യയിലെ തിനകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി. ഇന്ത്യയിലെ തിനകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീൽ. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീൽ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യത. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യത. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ L1. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ എ ഈഡിസ് കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ചിക്കൻ ബോക്സ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദരോഗം, പ്രമേഹം. ഓർത്തുവെക്കുക, അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദരോഗം, പ്രമേഹം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ഈ തന്നിരിക്കുന്നതിലെല്ലാം ഉണ്ട്. അതായത് പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകാവുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? അനുയാത്ര. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി അനുയാത്ര. ിൽ കുട്ടികളിൽ 5-ാം പനി മൂലം ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ഓപ്ഷൻ ബി ന്യൂമോണിയ. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5-ാം പനി മൂലം ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ഓപ്ഷൻ ഡി മാൻടോക്സ്. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? മാൻടോക്സ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻ സി 126. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം ഡി. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ ബി ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ഡർബനിൽ നിന്ന് ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ഓപ്ഷൻ ബി ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതായത് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ഓപ്ഷൻ എ NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: കൽക്കട്ടയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഒരു കാര്യം ഈ ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞു തരാനുണ്ട്. അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. ചിലർക്ക് ഈ ചോദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, M വിശ്വേശ്വരയ്യാണല്ലോ എന്ന്. അതായത് അങ്ങനെ ചിന്തിക്കരുത്. കാരണം രണ്ടും 2 ആൾക്കാരാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറയുമ്പോൾ PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം M വിശ്വേശ്വരയ്യാണ്. ആരും മറന്നു പോകരുത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. ഓക്കെ, ഇവിടെ എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ് ആണ്. അതുപോലെ സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചതും PC മഹലനോബിസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. 2ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലായിരുന്നു? മഹലനോബിസ് മോഡലാണല്ലോ കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിലായിരുന്നു? മഹലനോബിസ് മാതൃക അനുസരിച്ചായിരുന്നു കേട്ടോ. ഓക്കെ,
അപ്പോൾ PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഓക്കെ. അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലുങ്കാന. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ്, തെലുങ്കാന. ഈ ദ്വിമണ്ഡല നിയമസഭകളുടെ കോഡ് ഷോർട്സിലുണ്ട്, നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ കോഡ് നോക്കിക്കോണം. ദ്വിമണ്ഡല നിയമസഭകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ദ്വിമണ്ഡല നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ? ഈ തന്നിരിക്കുന്നതിൽ ഉത്തർപ്രദേശും തെലങ്കാനയുമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 6. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? 6. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി 3. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിൽ. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സർക്കാരിയ കമ്മീഷൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ ഞാൻ ഓർക്കാൻ ഒരു ക്ലൂ കൂടെ പറഞ്ഞു തന്നായിരുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും, അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊക്കെയാണ്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ. ഓക്കെ. ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ D. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ D. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി വിഘടനം, ഡീകോമ്പോസിഷൻ. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വിഘടനം, ഡീകോമ്പോസിഷൻ. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ക്ഷയരോഗം, ട്യൂബർകുലോസിസ്, TB. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം, അതായത് ട്യൂബർകുലോസിസ് എന്ന് വെച്ചാൽ TB. ആ ഡോട്ട്സിൻ്റെ പൂർണ്ണ രൂപം കൂടെ പഠിച്ചോണേ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ സി ശൈലി. കേരളത്തിൽ 30 വയസ്സിന് മുകളിൽ ഉള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി.
കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരിയുടെ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ ഡി എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ചിറക്കൽ, കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ. നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ഗൗരി പാർവതി ഭായി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതി ഭായി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി അവധ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? അവധ്. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നതിൽ ആരാണ്? വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി ദോഡാബേട്ട. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ദോഡാബേട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ഓപ്ഷൻ എ ആറളം. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാമത്തെ. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാമത്തെ പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ ഖുള്ളാർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ ഖുള്ളാർ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിധി ചിബറാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിധി ചിബറാണ്. അപ്പോൾ ആദ്യത്തെ ആളാരാണ്? സിന്ധുശ്രീ ഖുള്ളാർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളാർ. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ദാദാഭായി നവറോജി. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായി നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ആഗോളവൽക്കരണം. ഇവിടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത്? ജില്ലാ കൗൺസില്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ജില്ലാ കൗൺസില്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവയാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓർത്തു വയ്ക്കുക. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളേവ? അനുച്ഛേദം 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളേവ? അനുച്ഛേദം 29 മുതൽ 30 വരെ. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ഡി 1, 2, 3, 4. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്.
കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ്. ഓർത്തു വയ്ക്കുക, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ഈ 4 പോയിന്റ്സും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തു വെച്ചോണം കേട്ടോ. ഓക്കെ. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആര്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം? ഓപ്ഷൻ ബി മൂസിരസ്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം മൂസിരസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ സി മെർക്കുറി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 22. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ 22. പ്രശാന്തചന്ദ്ര മഹലോനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 8-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലോനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ പഠിച്ചതാണല്ലേ. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലോനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്? 2-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലായിരുന്നു? മഹലോനോബിസ് മോഡൽ അനുസരിച്ചായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഏതാണ്? പ്രശാന്തചന്ദ്ര മഹലോനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 8-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലോനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. അതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഓക്കെ. അപ്പോൾ പ്രശാന്തചന്ദ്ര മഹലോനോബിസ്, PC മഹലോനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് മുമ്പത്തെ ചോദ്യത്തിൽ പഠിച്ചത് തന്നെ. എന്തൊക്കെയാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി മഹലോനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാങ്ക്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹലോനോബിസ് ആണ്. പ്രശാന്തചന്ദ്ര മഹലോനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരാണ്? M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി മഹലോനോബിസ് ആണ്. ഓക്കെ. അപ്പോൾ ശില്പിയും പിതാവും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ശില്പി, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി പ്രശാന്തചന്ദ്ര മഹലോനോബിസ്, അതായത് PC മഹലോനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. രണ്ടും തമ്മിൽ മാറിപ്പോകാതിരിക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞു തരാവേ. അതായത് M വിശ്വേശ്വരയ്യ എന്ന് പറയുമ്പം ഇച്ചിരി ഒരു പ്രായം ചെന്ന ആളുടെ പേര് പോലെയും PC മഹലോനോബിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രായം കുറഞ്ഞ ആളുടെ പേര് പോലെയും ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം എന്താണ്? പിതാവാകുമ്പം M വിശ്വേശ്വരയ്യാണ്, ശില്പിയാവുമ്പം
എന്താണ് ശില്പിയാവുമ്പോൾ അത് PC മഹലനോബിസ് ആണ്. അങ്ങനെ ഒരു ക്ലൂ ഇട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 4. ശരിയായ ജോഡികൾ: ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ശരിയായ ജോഡികൾ: ഭരണഘടനയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് പറയാവേ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് കരട് രൂപീകരണ സമിതി അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, അതായത് കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആണ്, BR അംബേദ്കർ ആണ്. ഓക്കെ. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യശരീരത്തിലെ അവയവം ഏതാണ്? ഓപ്ഷൻ ബി കരള്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യശരീരത്തിലെ അവയവം ഏതാണ്? കരള്. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹാർദ്ദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തതേതാണ്? ഓപ്ഷൻ സി മലേറിയ. മലേറിയയ്ക്ക് കാരണം പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ്. ഓർത്തു വയ്ക്കുക, മലേറിയയ്ക്ക് കാരണം പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗമല്ലാത്തത്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? മലേറിയ. ജീവിതശൈലി രോഗങ്ങളാണ് അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയാഘാതം. ജീവിതശൈലി രോഗങ്ങളാണ് അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയാഘാതം. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ. വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ബെറിബറി. വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബറി. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്? ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ഓപ്ഷൻ ഡി തെക്കൻ പാട്ട്. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പോടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? ഓപ്ഷൻ ബി വൈലോപ്പള്ളി ശ്രീധരമേനോൻ.
ഏറിയ ദുഃഖത്തിലും ജീവിത ഉല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെപ്പോൾ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡി കടൽക്കാറ്റ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. കടൽക്കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. ഇത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞു തരാവേ. അതായത് എന്താണ്? മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനെ ഓർത്ത് വയ്ക്കുക. കൃഷ്ണൻ എന്താ? ബലവാനല്ലേ. അപ്പോൾ കൃഷ്ണൻ ബലവാനായതുകൊണ്ട് ആ ഒരു ക്ലൂ ഇട്ടങ്ങ് ഓർത്ത് വെച്ചാൽ മതി. മഹാബലേശ്വറിന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി കൃഷ്ണനാണ്. കൃഷ്ണൻ ബലവാൻ. ആ ഒരു ക്ലൂ ഇട്ടങ്ങ് ഓർത്ത് വെക്കുക. ബലവാനായ കൃഷ്ണൻ. അപ്പം ബലേശ്വറിൽ നിന്ന് മഹാബലേശ്വറിന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. ഓക്കെ. അപ്പോൾ സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? ഓപ്ഷൻ എ അറ്റോള്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോള്. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ഓപ്ഷൻ ബി ഭാബർ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ഭാബർ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമേത്? ഓപ്ഷൻ എ നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമേതാണ്? നീലഗിരി. 2023 55ാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്? ഓപ്ഷൻ എ മോഹൻലാൽ. നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലേ. 2023 55ാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായതാരാണ്? മോഹൻലാൽ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്? ഓപ്ഷൻ സി 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം? ഓപ്ഷൻ എ നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 42. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ ഇന്ത്യ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യ. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി വകുപ്പ് 324. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി? ഓപ്ഷൻ ബി 5 വർഷം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇന്ത്യൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി 3 മാത്രം ശരി. അതായത് രാഷ്ട്രപതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ടൈഫോയിഡ് രോഗനിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്? ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് രോഗനിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം? ഓപ്ഷൻ ബി ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഹീമോഫീലിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. കാർബൺ ന്യൂട്രൽ കൃഷിരീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി? ഓപ്ഷൻ ഡി ഫീമർ. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി
ഫീമർ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് അല്ലേ? ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗമേത്? ഓപ്ഷൻ സി സിറോസിസ്. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗമേതാണ്? സിറോസിസ്. ഇതായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ഓപ്ഷൻ എ കാഡ്മിയം. ഇതായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? കാഡ്മിയം. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഹൈഡ്രജൻ. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ബി മേജർ ധ്യാൻചന്ദ്. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? മേജർ ധ്യാൻചന്ദ്. എന്നാണ് ദേശീയ കായിക ദിനം? ഓഗസ്റ്റ് 29. ഓർത്തു വയ്ക്കുക, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 കേട്ടോ. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ, എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള കായിക ദിനം ഒക്ടോബർ 13. അപ്പോൾ ഒന്നുകൂടി പറയാം, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29, കേരള കായിക ദിനം ഒക്ടോബർ 13. ഓക്കെ. ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ സി കന്നിക്കൊയ്ത്ത്. ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? ഓപ്ഷൻ ബി ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡെറാഡൂൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. സംസ്ഥാനത്തെ ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? 356. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി 300A. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A. മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി 4A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? 4A. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി വയോജനങ്ങൾ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? വയോജനങ്ങൾ. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി കേരളീയം. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ.
താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതാണ്? ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതാണ്? ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത്? കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുക്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുക്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്ര. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്ര. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? എം രാമവർമ്മ രാജ. അപ്പോൾ വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? കേരള ലളിതകലാ അക്കാദമി. ആദ്യ ഇന്ത്യൻ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗൾ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മലയാളം മിഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മലയാളം മിഷൻ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? അനുച്ഛേദം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? അനുച്ഛേദം 25 മുതൽ 28 വരെ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതുപ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? ഓപ്ഷൻ എ 11. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതുപ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്? 11. ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി 1976. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 2. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തെരഞ്ഞെടുത്തെഴുതുക.
ഓപ്ഷൻ ഡി 4, അതായത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 42. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. മുർച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖമേത്? മൂസിരസ്. മുർച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ട തുറമുഖമേതാണ്? മൂസിരസ്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ഏതാണ്? കോമൺവെൽത്ത് ഗെയിംസ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണങ്ങൾ. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണങ്ങൾ. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ഓർത്തു വെച്ചോണം, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ഇത് ഞാൻ ഓർത്ത് വെക്കുന്ന എൻ്റെ ക്ലൂ മാത്രമാണ് കേട്ടോ. എൻ്റെ ഒരു ക്ലൂ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. എൻ്റെ സിസ്റ്ററിൻ്റെ നാള് ആയില്യമാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പം ഞാനുണ്ടല്ലോ ഈ പണ്ടാരത്തിനെയും കൊണ്ട് തോറ്റെന്ന് പറയും. ഈ പണ്ടാരത്തിനെയും കൊണ്ട് തോറ്റെന്ന് അത് വെറുതെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ വെറുതെ പറയുന്ന കേട്ടോ, സീരിയസ് ആയിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ടൊന്നും എടുത്തേക്കരുത്. അപ്പം ഞങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കുമ്പം ഞാൻ പറയുന്നതാണ്, ഈ പണ്ടാരത്തിനെയും കൊണ്ട് തോറ്റു. അത് വെച്ചിട്ടാണ് ഞാനിത് ഓർക്കുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ. പുള്ളിക്കാരിയുടെ നാള് ആയില്യമാണ്. അങ്ങനെ പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണെന്ന് ഞാൻ അങ്ങനെ ഓർത്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണങ്ങൾ. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് ആസാം ഹിമാലയം. ഈസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് ആസാം ഹിമാലയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 3 അംഗങ്ങളാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻഷ്രു. ഓർത്തു വയ്ക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 3 അംഗങ്ങൾ ഫസൽ അലി, HN കുൻഷ്രു, KM പണിക്കർ. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരണം കേട്ടോ. ഇപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് 2026 PSC പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഇതല്ലാതെ നമ്മൾ 10th പ്രിലിംസിൻ്റെ തന്നെ പ്രീവിയസ് ഇയറിലെ ഏകദേശം ഒരു 12 ക്വസ്റ്റ്യൻ പേപ്പറോളം ഡിസ്കസ് ചെയ്ത് തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് വെറുതെ ചോദ്യം ഉത്തരം വായിച്ച് പോവുകയല്ലായിരുന്നു, ഡിസ്കസ് ചെയ്ത് തന്നെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ക്ലാസ്സുകൾ എടുത്തതാണ്. എല്ലാവരും അതെല്ലാം കണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ പീസിയുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിലുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് കൊടുക്കുന്നുണ്ട്. റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം മാർക്ക് ചെയ്ത PDF-കളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനലിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കോഴ്സ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കോഴ്സിൻ്റെ ഫീസ് വളരെ ചെറിയൊരു ഫീയേ ഉള്ളൂ, വെറും 600 രൂപ മാത്രം. എക്സാം തീരുന്നത് വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് August 1 കേട്ടോ. എല്ലാ ഷിഫ്റ്റിലെയും എക്സാം എന്നാണോ തീരുന്നത് അവസാനം, അത് അത്രയും വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ക്രാഷ് കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ.
പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്